ഗ്രീൻലാൻഡിനെ ഏറ്റെടുക്കാനുള്ള അമേരിക്കയുടെ നീക്കത്തെ പിന്തുണയ്ക്കാത്ത 8 യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ 10% തീരുവ ചുമത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫെബ്രുവരി 1 തീയതി മുതൽ തീരുവ നിലവിൽ വരികയാണ്. പ്രതിഷേധ സൂചകമായി അമേരിക്കയുമായുള്ള വ്യാപാര കരാർ യൂറോപ്യൻ യൂണിയൻ താൽക്കാലികമായി മരവിപ്പിച്ചുവെന്നും വാർത്തകൾ വരുന്നു. ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, ഡെൻമാർക്ക്, നെതർലാൻഡ്സ്, ഫിൻലാൻഡ്, നോർവേ, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് ട്രംപ് അധിക തീരുവ പ്രഖ്യാപിച്ചത്. ഫെബ്രുവരി 1 മുതൽ പുതിയ തീരുവ നിലവിൽ വരും. ജൂൺ 1 മുതൽ തീരുവ 25% വർദ്ധിപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഡെൻമാർക്കുമായി നടന്ന ചർച്ചയിൽ ഗ്രീൻലൻഡ് വിഷയത്തിൽ ധാരണയാകാതിരുന്നതിനെ തുടർന്നാണ് ട്രംപിന്റെ തീരുവ നീക്കം. ട്രംപിന്റെ നടപടിക്കെതിരെ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ കടുത്ത പ്രതിഷേധമുയർത്തി. നടപടി തെറ്റാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും അസ്വീകാര്യമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പ്രതികരിച്ചു. വൈറ്റ് ഹൌസിൽ ഈ ആഴ്ച ആദ്യം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമായും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായും ഡെൻമാർക്കിന്റെയും ഗ്രീൻലൻഡിന്റെയും വിദേശകാര്യമന്ത്രിമാർ ചർച്ച നടത്തിയിരുന്നു. ചർച്ചയ്ക്ക് ശേഷം വന്ന തീരുവ പ്രഖ്യാപനം അത്ഭുതപ്പെടുത്തിയെന്ന് ഡെൻമാർക്ക് വിദേശകാര്യമന്ത്രി ലാഴ്സ് ലോക്കെ റാസ്മുസൻ പ്രതികരിച്ചു. ഗ്രീൻലൻഡ് ഏറ്റെടുക്കാനുള്ള ട്രംപിന്റെ നീക്കത്തിനെതിരെ ഗ്രീൻലൻഡിലും ഡെൻമാർക്കിലും 10,000 പ്രതിഷേധ പ്രകടനം നടത്തി. അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഗ്രീൻലൻഡ് വിട്ടുകിട്ടണമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.